പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ആരാണ് കർത്താവ്? നമ്മളെ വഴി നടത്തുന്ന പ്രകാശമാണ് യേശുനാഥൻ. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. നമുക്ക് ആ വചനം ഒന്ന് ശ്രവിക്കാം. നമ്മളിന്ന് ശ്രവിക്കാൻ പോകുന്ന വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12, 13, 14 തിരുവചനം. വചനം ശ്രവിക്കാം. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. കർത്താവ് പറയാണ്, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. പ്രകാശത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ യേശുനാഥനെ ധരിക്കണം. യേശുനാഥനെ ധരിച്ചിട്ട് വേണം നമ്മൾ പ്രഭാതത്തിൽ ജോലിക്ക് പോകാനും, വീട് ജോലി ചെയ്യാനും, പറമ്പിൽ പണിയെടുക്കാനും, എന്ത് നമ്മൾ ചെയ്താലും കർത്താവിനെ സ്വീകരിക്കണം. 2-ാം വാക്യം, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. മറ്റുള്ള വ്യക്തികളോട് സ്നേഹമായി വിലകെട്ടത് പറയാതെ സദ്വചനങ്ങൾ പറയാൻ കർത്താവിനോട് നമുക്ക് ചേർന്നിരിക്കണം. 13-ാം അധ്യായം 13-ാം വാക്യം, പ്രത്യത കർത്താവായി യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നല്ല, ധരിക്കുവിൻ. അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, കർത്താവിനെ ധരിക്കുവിൻ. ഈ വചനം നമുക്ക് ഓരോ വ്യക്തിയെയും, ജോലിക്ക് പോകുന്ന മക്കളും, പഠിക്കാൻ പോകുന്ന മക്കളും, കുടുംബത്തിലായിരിക്കുന്നവർക്കെല്ലാം കത്തിപ്പടരണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.